Hi everyone, welcome to the online session of the second part of Free Software. I am Ansi Muhammad, Assistant Professor, Department of Commerce, KTCT College of Arts and Science. We have discussed about free software in the previous session. Today we are going to learn about LaTeX. L-A-T-E-X. We normally read it as latex, but it is pronounced as LaTeX. It's an open source document preparation system for producing professional looking documents. It is used to generate PDF documents. It enables to produce high quality PDF documents with minimal effort. And it is particularly suited to producing long structured documents. ലാറ്റെക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. LATEX. നമ്മൾ സാധാരണയായിട്ട് ലാറ്റെക്സ് എന്ന് വായിക്കും, പക്ഷേ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ലേറ്റെക് എന്നാണ്. PDF ഡോക്യുമെൻറ്റ്സ്, ഹൈ ക്വാളിറ്റിയിലുള്ള PDF ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ലാറ്റെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മിനിമം എഫേർട്ട് യൂസ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഹൈ പ്രിൻറ്റിംഗ് ക്വാളിറ്റിയിലുള്ള PDF ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ സിസ്റ്റമാണ് ലാറ്റെക്സ് എന്ന് പറയുന്നത്. If you are used to producing documents with Microsoft Word, you will find that LaTeX is a very different style of working. Microsoft Word is what you see is what you get. This means that you see how the final documents will look as you are typing. When working in this way, you will probably make changes to the document's appearance, such as line spacing, headings, page breaks, etc. as you type. With LaTeX, you do not see how the final documents will look while you are typing it. This allows to concentrate on the content rather than appearance. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ലാറ്റെക്സിൽ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് പ്രവർത്തിക്കുന്നത് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് എന്നുള്ള തത്വമനുസരിച്ചാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നു. അതിനകത്തുള്ള ചേഞ്ചസ് നമുക്ക് അപ്പം തന്നെ വ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ ലാറ്റെക്സിൽ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ കൊടുത്ത ഇൻപുട്ടുകളെ റൺ ചെയ്ത ശേഷം കുറച്ച് കഴിഞ്ഞ് മാത്രമേ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നുള്ളൂ. എ ലാറ്റെക്സ് ഡോക്യുമെൻറ്റ് ഈസ് എ പ്ലെയിൻ ടെക്സ്റ്റ് ഫയൽ വിത്ത് എ ടെക്സ്റ്റ് ഫയൽ എക്സ്റ്റൻഷൻ .tex എന്നുള്ള എക്സ്റ്റൻഷനിലാണ് ലാറ്റെക്സ് ഡോക്യുമെൻറ്റുകൾ സേവ് ചെയ്യുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ലാറ്റെക്സ് സോഫ്റ്റ്വെയർ. ഫോളോയിങ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ലാറ്റെക്സ് സോഫ്റ്റ്വെയർ. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ. സെക്കൻഡ് വൺ, dealing with mathematical notation. Then the third one, cross-platform compatibility. Next one, suitable for large documents. Then the last one, professional layout for the document. Free software. LaTeX is a markup language and free license software. It includes a set of built-in commands. ഇൻ്റർനെറ്റിൽ നിന്ന് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ലാറ്റെക്സ് എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റിയിലുള്ള PDF ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീ സോഫ്റ്റ്വെയറാണ് ഈ ലാറ്റെക്സ് സോഫ്റ്റ്വെയർ. മാർക്കപ്പ് ലാംഗ്വേജാണ് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാറ്റെക്സിൽ യൂസ് ചെയ്യുന്നത്. മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ്റെ വേർഡ്സ് തന്നെയാണ്, ഹ്യൂമൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെയാണ്. അത് ടാഗുകളായിട്ടും അല്ലെങ്കിൽ കേർലി ബ്രൈസസിനകത്തുമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ലാറ്റെക്സ് സോഫ്റ്റ്വെയറിലെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റിൽ എല്ലാവർക്കും, പബ്ലിക്കിന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഡീലിംഗ് വിത്ത് മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ. It's a mode of mathematical and special symbols. Mathematical formula is supported in a convenient way. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ഫോർമുലാസും അടങ്ങിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലാറ്റെക്സ് സോഫ്റ്റ്വെയർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഫോർമുലാസും ഇക്വേഷൻസും ടൈപ്പ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു എഡിറ്റർ എന്ന് പറയുന്നത് ലാറ്റെക്സ് സോഫ്റ്റ്വെയർ ആണ്.
മറ്റെല്ലാ എഡിറ്റേഴ്സിനേക്കാളും ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നതും കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഈ ലേറ്റക്സ് സോഫ്റ്റ്വെയർ. ക്രോസ് പ്ലാറ്റ്ഫോം കമ്പാറ്റബിലിറ്റി. ലേറ്റക് ഈസ് അവൈലബിൾ ഫോർ ഓൾ മേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ലേറ്റക് സോഫ്റ്റ്വെയർ ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിൻഡോസിലായാലും ലിനക്സിലായാലും ഉബുണ്ടുവിലായാലും എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ലേറ്റക് സോഫ്റ്റ്വെയർ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡോക്യുമെൻറ്റ്സ്. ഇറ്റ്സ് പർട്ടിക്കുലർലി സ്യൂട്ടഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ലോങ് ആർട്ടിക്കിൾസ് ആൻഡ് ബുക്സ്. മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ലാർജ് ആർട്ടിക്കിൾസും ബുക്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ലേറ്റക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഒരു ലാർജ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും സൗകര്യം എന്ന് പറയുന്നത് ലേറ്റക് സോഫ്റ്റ്വെയർ ആണ്. അല്ലെങ്കിൽ ഒരു ലാർജ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ലേറ്റക് സോഫ്റ്റ്വെയർ ആണ്. പ്രൊഫഷണൽ ലേഔട്ട് ഫോർ ദ ഡോക്യുമെൻറ്റ്. ലേറ്റക് എനേബിൾസ് author to type and print their work at the highest quality using professional layout. നമ്മൾ വേർഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനേക്കാളും കുറച്ചുകൂടി പ്രൊഫഷണൽ ലുക്ക് കിട്ടുന്നത് ലേറ്റക് സോഫ്റ്റ്വെയറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിനാണ്. കാരണം അത് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും PDF ഫോർമാറ്റിലായിരിക്കും. വേർഡ് ഡോക്യുമെൻറ്റിനേക്കാളും എന്തുകൊണ്ടും പ്രൊഫഷണൽ ലേഔട്ട് ഉള്ളത് PDF ഡോക്യുമെൻറ്റ്സിനാണ്. Then advantages of ലേറ്റക് software. The first one, price and availability. Second one, making beautiful and professional looking documents. Third one, enables to add graphs and images. Then the fourth one, compatibility. Then the last one, ease of use. Price and availability. ലേറ്റക് is available at free of charge and it can be easily downloadable from internet. ലേറ്റക്കിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി. ലേറ്റക് സോഫ്റ്റ്വെയർ യാതൊരു ചിലവും കൂടാതെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. യാതൊരു പ്രൈസും അവിടെ ഈടാക്കുന്നില്ല. അതുപോലെ എല്ലാവർക്കും അത് അവൈലബിളും ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. മേക്കിംഗ് ബ്യൂട്ടിഫുൾ ആൻഡ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെൻറ്റ്സ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ആൻഡ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെൻറ്റ്സ്. ലേറ്റക്കിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് മേക്കിംഗ് ബ്യൂട്ടിഫുൾ ആൻഡ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെൻറ്റ്സ്. പ്രൊഫഷണൽ ലേഔട്ടോട് കൂടിയുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ലേറ്റക്കിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. വേർഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനേക്കാൾ കൂടുതൽ പ്രൊഫഷണൽ ലുക്കോട് കൂടിയായിരിക്കും ലേറ്റക്കിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. കാരണം ലേറ്റക്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് PDF ഫോർമാറ്റിലായിരിക്കും. വേർഡിൻ്റെ ഡോക്യുമെൻറ്റിനേക്കാൾ എന്തുകൊണ്ടും പ്രൊഫഷണൽ ലുക്ക് PDF ഡോക്യുമെൻറ്റിന് കൂടുതലായിരുന്നു. ലേറ്റക് enables to add graphs and images. ലേറ്റക് has packages that helps to insert graphs, images and diagrams. ലേറ്റക്കിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് enables to add graphs and images. ഇമേജസും ഡയഗ്രാംസും ഗ്രാഫ്സും ഒക്കെ ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജസ് ലേറ്റക് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻ്റ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. വേർഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ലേറ്റക്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിലും നമുക്ക് ഗ്രാഫ്സും ഡയഗ്രാംസും ഇമേജസും ഒക്കെ പ്രത്യേകം പാക്കേജസ് യൂസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കമ്പാറ്റബിലിറ്റി. ലേറ്റക് എക്സിസ്റ്റ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആർ ഹൈലി കമ്പാറ്റബിൾ. ലേറ്റക്കിൻ്റെ നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് കമ്പാറ്റബിലിറ്റി. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയറാണ് ലേറ്റക് സോഫ്റ്റ്വെയർ. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അനുയോജ്യമായിട്ടുള്ള ലേറ്റക്കിൻ്റെ വേർഷൻസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വിൻഡോസിലായാലും ഉബുണ്ടുവിലായാലും ലിനക്സിലായാലും ഒക്കെ ലേറ്റക് സോഫ്റ്റ്വെയർ ഒരുപോലെ തന്നെ പ്രവർത്തിക്കും. എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള ലേറ്റക്കിൻ്റെ വേർഷൻസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. Ease of use. You will have to initially invest some hours to LaTeX. You may need to learn some simple commands. Ultimately, you will be faster typing than clicking through word icons and menus. LaTeXന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈസ് ഓഫ് യൂസ്. നമ്മൾ ആദ്യമായിട്ട് ലേറ്റക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കമാൻഡ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അത് പഠിച്ചു കഴിഞ്ഞാൽ
നമുക്ക് വേർഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ലാറ്റക്സിൽ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. Then we have to discuss about the limitations of LaTeX software. Following are the major limitations of LaTeX. The first one is it doesn't follow what you see is what you get. And the second one, delay in output. And the third one, syntax error. It doesn't follow what you see is what you get. As you type with LaTeX, you cannot see how the final documents will look while you are typing. ലാറ്റക്സിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷനാണ് ഇറ്റ് ഡസൻ ഫോളോ വാട്ട് യു സേ ഈസ് വാട്ട് യു ഗെറ്റ്. ലാറ്റക്സിൽ നമ്മളൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ ഡോക്യുമെൻ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് കാണാൻ പറ്റില്ല. കാരണം ലാറ്റക്സ് സോഫ്റ്റ്വെയർ വാട്ട് യു സേ ഈസ് വാട്ട് യു ഗെറ്റ് എന്നുള്ള സിസ്റ്റം ഫോളോ ചെയ്യാത്തതാണ്. മൈക്രോസോഫ്റ്റ് വേർഡിലാണ് നമ്മളൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനൊപ്പം തന്നെ ആ ടൈപ്പ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ നമുക്കതിൻ്റെ ഫൈനൽ ഡോക്യുമെൻ്റ് എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ പറ്റും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും അതിൻ്റെ ആ റിസൾട്ടായിട്ട് വരുന്നത്. എന്നാൽ ലാറ്റക്സ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ ഡോക്യുമെൻറ്റ്സ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് തീർന്ന ശേഷം അതിനെ റൺ ചെയ്യിച്ച ശേഷമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ആ റിസൾട്ട് കിട്ടിയ കഴിഞ്ഞ ശേഷമേ നമുക്ക് ഫൈനൽ ഡോക്യുമെൻ്റ് കാണാൻ പറ്റൂ. Delay in output. There is a delay between typing something in the editor and seeing the result in the document previewer. ലാറ്റക്സ് സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു ലിമിറ്റേഷനാണ് ഡിലേ ഇൻ ഔട്ട്പുട്ട്. നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഫൈനൽ ഡോക്യുമെൻറ്റ്സ് ലാറ്റക്സ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആവും. റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ലാറ്റക്സ് സോഫ്റ്റ്വെയർ കുറച്ച് സമയമെടുക്കും. അത് ലാറ്റക്സ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. Syntax errors. Unlike in a word processor, there is the possibility of syntax errors. It takes a bit of experience to learn how to deal with those errors. The necessary LaTeX commands have to be learned. ലാറ്റക്സിൻ്റെ മറ്റൊരു ലിമിറ്റേഷനാണ് സിൻടാക്സ് എറേഴ്സ്. നമുക്കറിയാം ലാറ്റക്സിൽ നമ്മൾ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ കമാൻഡ്സിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേർഡിലാണെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ എറേഴ്സ് വരാനുള്ള സാധ്യത ലാറ്റക്സിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ലാറ്റക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ കമാൻഡ്സ്, കുറച്ച് കമാൻഡ്സ് ഉണ്ട്, ആ കമാൻഡ്സ് നല്ല രീതിയിൽ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എറേഴ്സ് ഇല്ലാതെ ഒരു ഡോക്യുമെൻ്റ് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. We have completed our first module's theory part. The second module, word processing, will be discussed in the next video. Thank you. Stay home, stay safe.